ഹലോ, ഗുഡ് മോർണിംഗ് ടു എവ്രിബഡി. അപ്പോൾ നമ്മളിന്ന് പിന്നെ തിരുവോണ ദിവസം ഞങ്ങൾ 4 മക്കളാണ്. അപ്പോൾ അതിൽ ഇന്നലെ ഉത്രാടത്തിൻ്റെ അന്ന് ഞങ്ങൾ അനുജൻ്റെ വീട്ടിൽ തറവാട് അനുജനാണ്. അപ്പോൾ തറവാട്ട് വീട്ടിലായിരുന്നു ഇന്നലെ. അപ്പോൾ ഇന്ന് തിരുവോണത്തിന് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നിരിക്കുകയാണ്. പിന്നെ ചേട്ടൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ മുറ്റത്ത് ഞങ്ങൾ ഉത്രാടത്തിൻ്റെ അന്നാണ് സ്വാഭാവികമായിട്ടും ഈ പ്രദേശങ്ങളിലൊക്കെ തൃക്കാക്കരപ്പനെ നമ്മൾ വെക്കാറ്. അപ്പോൾ ആദ്യം പിന്നെ ഉത്രാടത്തിൻ്റെ അന്ന് നമ്മൾ തൃക്കാക്കരപ്പനെ വെക്കുമ്പോൾ പ്രജകളെയാണ് നമ്മൾ വെക്കുക. ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രജകളെയാണ്. അതിന് ശേഷം പ്രജകളെ വളരെ ഭക്തി ആദരപൂർവ്വമാണ് നമ്മൾ പ്രജകളെ എഴുന്നള്ളിച്ച് തൃക്കാക്കര ആ ഒരു പീഠത്തിൽ നാക്കിലയിലായിട്ട് നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ നമ്മളവിടെ അവതരിപ്പിക്കും. അതിന് ശേഷം പൂക്കൾ കൊണ്ടും അതുപോലെ നല്ല കുറി തൊടുവിക്കും. കുറി സ്വാഭാവികമായിട്ട് അരിമാവ് കൊണ്ടാണ് നമ്മൾ തൊടുവിക്കുന്നത്. അതുപോലെ തന്നെ ഈ കളം വരയ്ക്കുന്നത് നമ്മൾ അരിമാവ് കൊണ്ടാണ്. അപ്പോൾ അരിമാവ് നമ്മുടെ ഈ കൈവിരൽ തുമ്പിലേക്ക് ഒരൊറ്റ നേരിയ വരയായിട്ട് വരാനായിട്ട് നമ്മൾ കൊഴുപ്പുള്ള ചെടികളുടെ ഇലകൾ കൊണ്ട് ദ്രാവകം ഉണ്ടാക്കിയിട്ട് നമ്മളത് ഈ മാവിൽ കലർത്താറുണ്ട്. അത് മാത്രമേ മാവിൽ കലർത്താറുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ നേർത്ത രീതിയിൽ വരകൾ കിട്ടും. നമുക്ക് 2ഉം 3ഉം വരകൾ ചേർത്താണ് നമ്മൾ ഇത് ചെയ്യാറ്. 2ഉം 3ഉം വരകൾ ചേർത്തിട്ടാണ് ഒരു കളം തീർക്കാറ്. അങ്ങനെ നമ്മൾ അവസാനം കളമൊക്കെ തീർത്ത് നടുവിലൊരു പീഠം വയ്ക്കും. അതിന് മുകളിൽ നാക്കില വയ്ക്കും. അതിന് മുകളിലാണ് നമ്മൾ തൃക്കാക്കരപ്പനെ വയ്ക്കുക. പിറ്റേ ദിവസം ഞങ്ങൾ വീണ്ടും അണിയും. അതായത് ഉത്രാടം കഴിഞ്ഞു, തിരുവോണത്തിന് വീണ്ടും ഈ മുറ്റമൊക്കെ വളരെ വൃത്തിയാക്കി കഴുകിയെടുത്തിട്ട് നമ്മൾ വീണ്ടും അണിഞ്ഞിട്ട് അന്ന് പ്രജകളെ വീണ്ടും വയ്ക്കും. പിന്നെ നമ്മൾ തൃക്കാക്കരപ്പനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരിക ചെയ്യും. തൃക്കാക്കരപ്പൻ എന്ന് പറഞ്ഞാൽ മഹാബലിയെ എഴുന്നള്ളിച്ച് കൊണ്ടുവരും. അതും മണ്ണിൽ തീർത്ത മഹാബലിയായിരിക്കും. അതിന് കുറച്ചുകൂടെ ഒരു വണ്ണവും വലിപ്പമൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. സൃഷ്ടിയിൽ നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെ തൃക്കാക്കരപ്പനെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇരുത്തുകയാണ് സാധാരണയായിട്ട് ചെയ്യാറ്. ഒപ്പം അടനേദിക്കും. നമ്മൾ തൃക്കാക്കരപ്പനെ അടനേദിക്കും. അങ്ങനെ തൃക്കാക്കരപ്പന് എല്ലാവിധ രീതിയിലുള്ള ആദരവും നൽകിയതിന് ശേഷമാണ് നമ്മൾ ആഘോഷ പരിപാടികൾ തുടങ്ങുന്നത്. പ്രധാനമായിട്ടും ഇന്ന് ഉച്ച ഭക്ഷണമാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രാധാന്യം അർഹിക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് ഒരു വീട്ടിലെ കൂട്ടുകുടുംബങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു വീട്ടിൽ ചേരുകയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നതിൻ്റെ ആ ഒരു രുചി ഒന്ന് വേറെ തന്നെയാണ്. അല്ലെങ്കിൽ ആ ഒരു കൂട്ടുകെട്ട് എന്നും നിലനിന്ന് പോവാൻ നമ്മൾ സാക്ഷാൽ ജഗദീശ്വരനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതും കൂടെ നമുക്ക് ഒത്തുചേരാനുള്ളൊരവസരം കൂടിയായിട്ട് നമ്മൾ ഈ ഓണത്തെ കാണണം എന്നുള്ളതാണ്. ഇപ്പം അങ്ങനെ കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ഈ ബന്ധങ്ങളുടെ ശൈഥില്യം നമുക്ക് വീണ്ടെടുക്കാനും തിരിച്ചു പിടിക്കാനൊക്കെയുള്ളൊരവസരമാണ് ഓണാഘോഷം. ഹാപ്പി ഓണം ടു എവ്രിബഡി.